നമസ്തേ. ഉപാസന ആസ്ട്രോളജി എന്ന ഈ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ പറയുന്നത് മിഥുനം രാശിക്കാരുടെ ഓഗസ്റ്റ് മാസത്തിലുള്ള ഫലങ്ങളാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. മകീരം അവസാന പകുതി, തിരുവാതിര, പുണർദം മുക്കാൽ ഭാഗം അടങ്ങുന്ന മിഥുനക്കൂറുകാർക്ക് ഈ മാസം ഗുണദോഷ സമ്മിശ്രമാണ്. ഗുരുവും കുജനും 12-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു. ബുധനും ശുക്രനും 3-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു. ഓഗസ്റ്റ് 24-ാം തീയതി ശുക്രൻ 4-ലേക്ക് മാറുന്നുണ്ട്. 4-ാം ഭാവത്തിൽ കേതു, 9-ൽ ശനി, 10-ൽ രാഹു. ഇങ്ങനെയാണ് മിഥുനക്കൂറുകാർക്ക് ഈ മാസം ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നത്. മിഥുനക്കൂറുകാർക്ക് പൊതുവെ ഈശ്വരാനുഗ്രഹം കുറഞ്ഞ സമയമാണിത്. അതുകൊണ്ട് തന്നെ നല്ല ഈശ്വര പ്രാർത്ഥനയും ക്ഷേത്ര ദർശനവും നടത്തേണ്ട സമയം കൂടിയാണിത്. കർമ്മ മേഖലയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ കുറച്ച് ക്ലേശങ്ങൾ അനുഭവപ്പെടാം. ജോലി നഷ്ടപ്പെടാനോ ജോലി ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാകുവാനോ സാധ്യതയുണ്ട്. അതുകൊണ്ട് ജോലി സ്ഥലത്ത് കുറച്ചുകൂടി ശ്രദ്ധയോടെ മുന്നോട്ട് പോകുക. നമ്മുടെ പ്രയത്നത്തിനനുസരിച്ചുള്ള ധനവരവ് ഉണ്ടാകാതെ ഇരിക്കാം. അതുപോലെ ജോലി സ്ഥലത്ത് തടസ്സങ്ങൾ, ശത്രുക്കളെ കൊണ്ടുള്ള ബുദ്ധിമുട്ട്, പാരവെപ്പ് എന്നിവയും അനുഭവപ്പെടാം. ആരോഗ്യപരമായും കുറച്ച് ശ്രദ്ധിക്കേണ്ട സമയമാണ് ഓഗസ്റ്റ് മാസം മിഥുനക്കൂറുകാർക്ക്. ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് കുറച്ച് ക്ലേശിക്കാം. അതുപോലെ പകർച്ചവ്യാധികൾ പെട്ടെന്ന് ഇവർക്ക് പിടിപെടാം. വീഴ്ച, കാലിന് പരിക്ക്, അതുപോലെ കണ്ണിന് ചെറിയ അസുഖങ്ങൾ എന്നിവയും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഗ്രഹത്തിൽ സമാധാനക്കേട് ഉണ്ടാകുകയും ദമ്പതികൾ തമ്മിൽ കലഹിക്കുകയും ചെയ്യും. ദമ്പതികൾ പിരിഞ്ഞു താമസിക്കേണ്ട യോഗവും മിഥുനക്കൂറുകാർക്ക് കാണുന്നു. ധനവരവ് ഉണ്ടാകുമെങ്കിലും അതിനേക്കാളേറെ ചിലവുണ്ടാകേണ്ട സമയമാണ്. അതുകൊണ്ട് സമ്പാദ്യശീലം വളർത്തുക. ഗ്രഹത്തിൽ സമാധാനക്കേട് ഉണ്ടാകുകയും ദമ്പതികൾ തമ്മിൽ കലഹിക്കുകയും ചെയ്യും. ദമ്പതികൾ പിരിഞ്ഞു താമസിക്കേണ്ട യോഗവും മിഥുനക്കൂറുകാർക്ക് കാണുന്നു. ധനവരവ് ഉണ്ടാകുമെങ്കിലും അതിനേക്കാളേറെ ചിലവുണ്ടാകേണ്ട സമയമാണ്. അതുകൊണ്ട് സമ്പാദ്യശീലം വളർത്തുക.